லோகேஷ் சார் அந்த ஃபஸ்ட்டு படம் ஜஸ்டிங்க நல்லா போனது மாநகரம். ஒரு 2-3-4 இயர்ஸ் ஆச்சு, என்ன காரணம்? அதுக்கப்புறம் ஒரு கைதி படம் நல்லா போயிட்டு இருக்குன்னு சொன்னாங்க. யார் டைரக்டர் சொன்னால் லோகேஷ் கனகராஜ், விக்ரம். இந்த படம் போயிட்டே இருக்கு. அப்போ நான் பொட்டனா? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. സിനിമാ പ്രേക്ഷകരാകെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് രജനികാന്ത് നായകനായി എത്തുന്ന കൂലി. ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു നടന്നത്. എന്നാൽ കൂലിയുടെ ഓഡിയോ ലോഞ്ചിൽ രജനികാന്തിന്റെ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. രജനികാന്ത് തന്റെ പ്രസംഗത്തിൽ ലോകേഷിന്റെ സിനിമകളെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. മാനഗരം, കൈദി വിക്രം എന്നീ 3 സിനിമകളെ കുറിച്ച് സംസാരിച്ച രജനികാന്ത് ലോകേഷ് വിജയനായകനാക്കി ഒരുക്കിയ മാസ്റ്ററിനെയോ ലിയോയോ കുറിച്ചോ ഒരക്ഷരം പോലും മിണ്ടാൻ തയ്യാറായില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. വിജയ് സിനിമകളെ രജനികാന്ത് മനഃപൂർവ്വം ഒഴിവാക്കിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം. ജയിലർ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ രജനികാന്തിന്റെ കാക്ക കൈകു പരാമർശം വിജയെ ഉദ്ദേശിച്ചാണെന്ന് അന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് ലിയോ സക്സസ് മീറ്റിൽ അതിന് പരസ്യമായ മറുപടിയുമായി വിജയും രംഗത്ത് വന്നിരുന്നു. രജനികാന്തിന് വിജയുടെ വളർച്ചയിൽ കടുത്ത അസൂയാണെന്നാണ് ഒരു വിഭാഗം ആരാധകർ അഭിപ്രായപ്പെടുന്നത്. വിജയുടെ പേര് പറഞ്ഞാൽ ആരാധകരിൽ നിന്ന് ഉയരുന്ന ആരവം ഭയന്നാണ് രജനി ദളപതി സിനിമകൾ മെൻഷൻ ചെയ്യാത്തതെന്ന് മറിച്ച് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. വിജയുടെ പേര് പറയുമ്പോൾ കാണികളിൽ നിന്ന് ഉയരുന്ന ആരവം നമ്മൾ പല ഓഡിയോ ലോഞ്ചിലും മറ്റു ഫംഗ്ഷനിലും ഒക്കെ തന്നെ കണ്ടിട്ടുള്ളതുമാണ്. സൂപ്പർ സ്റ്റാർ രജനി സാർ, നടികർ തിലകം, തല അജിത്ത്, ഇളയ തലപതി വിജയ്.